ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അസീർ റോക്കി പുതിയൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിലാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതിൽ അസീർ റോക്കി പറയുന്നൊരു കാര്യമുണ്ട്, ജിൻഡോ കപ്പടിക്കാൻ ഒട്ടും അർഹനല്ല എന്ന രീതിയിലാണ് അസീർ റോക്കി പറയുന്നത്. പറയാനുള്ള കാരണമുണ്ട്. ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി ജിൻഡോയാണ്. വഴിതെറ്റി വന്നവൻ എന്ന രീതിയിലാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് എന്ന രീതിയിലാണ് അസീർ റോക്കി പറയുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ല എന്ന് ഈ അസീർ റോക്കി പറയുമ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനമാണ്. ഓക്കെ, അതിജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രകോപനങ്ങൾ നമുക്ക് നേരെ വന്നാലും അതിനെയെല്ലാം താണ്ടിക്കൊണ്ട് പോകുന്ന ഒരു അതിജീവനം. പല കാര്യങ്ങളുണ്ട്. ഫുഡായിക്കോട്ടെ, പലരുടെയും വാക്കുകൾ, അതായത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവരൊക്കെ വ്യത്യസ്തമായുള്ള വാക്കുകൾ പറയും, വ്യത്യസ്തമായുള്ള സ്വഭാവങ്ങളുണ്ട്. അതെല്ലാം അതിജീവിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അങ്ങനെ നോക്കുമ്പോൾ എന്ത് ക്വാളിറ്റിയാണ് ഈ അസീർ റോക്കി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നത്? ഒന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ സിജോയെ അടിച്ചിട്ട് അസീർ റോക്കി പോത്തില്ലായിരുന്നു. അവിടെ എത്രയൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും അവിടെ ക്ഷമിക്കാനുള്ള സഹനശക്തി അസീർ റോക്കിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നേനെ. പക്ഷെ അതില്ല, അത് ജിൻഡോയ്ക്കുണ്ട്. അവിടെ ഇത്രത്തോളം പ്രകോപ് കിട്ടിയിരിക്കുന്ന വേറൊരു വ്യക്തിയില്ല. ജിൻഡോയെ പോലെ ഇത്രയധികം പ്രകോപ് കിട്ടിയിരിക്കുന്ന വ്യക്തി വേറെയില്ല. സിജോ അവിടെ പ്രകോപ് ചെയ്തു, പുറകെ നടന്ന്. ഗബ്രി പുറകെ നടന്ന് ചെയ്തു, ജാസ്മിൻ പുറകെ നടന്ന് ചെയ്തു, റസ്മിൻ പുറകെ നടന്ന് ചെയ്തു, അതോടൊപ്പം നോറ, ഇവരെല്ലാം ചുറ്റിപ്പറ്റി ജിൻഡോയ്ക്ക് പുറകെ നടന്നിട്ടാണ് ഈ പ്രകോപ് ചെയ്തുകൊണ്ട് പോയത്. അതോടൊപ്പം പറഞ്ഞ് എന്ത് കണ്ടന്റാണ് കൊടുത്തത്, അതിലെന്തോ ഒരു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ടെന്ന്, അതായത് കിട്ടാൻ സാധ്യതയില്ലായിരുന്നു, പക്ഷേ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഒരു അർഹതയും ഇല്ല എന്ന്. ഇതൊക്കെയാണ് അർഹത. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ജാസ്മിൻ ജയിലിൽ വെച്ച് ജിൻഡോയെ അടിച്ച സമയത്ത് ജിൻഡോ എന്ത് ചെയ്തു? പോട്ട്, ഒന്നും മിണ്ടിയില്ല. ലാലേട്ടൻ ചോദിക്കുമ്പോഴും പറഞ്ഞു, പോട്ട് ലാലേട്ടാ, കൊച്ചു കുട്ടിയല്ലേ, എൻ്റെ പെങ്ങളല്ലേ, എൻ്റെ അനിയത്തിയല്ലേ എന്ന് പറഞ്ഞു വിട്ടു. അത് റോക്കി ആയിരുന്നെങ്കിലോ? റോക്കി വിടുവോ? റോക്കി തിരിച്ചടിക്കത്തില്ലേ? റോക്കിയുടെ താടയിൽ ഇങ്ങനെ ഒന്ന് സിജോ പിടിച്ചതിന് എന്താ ചെയ്തേ? നല്ല ഇടി വെച്ച് കൊടുത്തില്ലേ? അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ അതുപോലെ തന്നെ ഈ ഗബ്രി പുറകെ നടന്ന് പ്രകോപ് ചെയ്തു. അപ്പോൾ എന്താ ജിൻഡോ ചെയ്തേ? ജിൻഡോ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. കൊടുത്തിട്ടില്ലേ? ഒന്നും ചെയ്യാതാണോ ജിൻഡോ അവിടെ ഇത്രയും ആൾക്കാരുടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി പറ്റിയത്? ഗബ്രി പ്രകോപ് ചെയ്ത് പുറകെ നടന്ന് പറഞ്ഞു, ചിക്കൻ മസിൽ വെച്ചോണ്ടിരിക്കുകയാണ്, നിന്റെ മസിലേ ഉള്ളടാ, നിനക്ക് ബുദ്ധി ഇല്ലടാ, അങ്ങനെടാ ഇങ്ങനെടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നടന്നില്ലേ? അപ്പോഴും ജിൻഡോ വല്ല അടിച്ചോ? റോക്കി ആയിരുന്നു എന്ത് ചെയ്തേനെ? റോക്കി ആയിരുന്നു അപ്പം ഇടിച്ചേനെ, അവനെ ഇടിക്കില്ലേ? അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട അതിജീവനമുണ്ട്. അതുപോലെ തന്നെ റസ്മിൻ മുട്ടത്തോട് വാരിച്ച് വാലിയിട്ടു. 16 ദിവസത്തെ ഗെയിം വെച്ച് റോക്കിനെ നമുക്കെല്ലാം മനസ്സിലായി എന്താണ് റോക്കിയുടെ ക്യാരക്ടർ എന്ന്. അപ്പോൾ അതേ വെച്ച് കമ്പയർ ചെയ്യരുത്. റോക്കി വേറെ ലെവലാണ്, ജിൻഡോ വേറെ ലെവലാണ്. ജിൻഡോ മനുഷ്യനാണ്, റോക്കി അതല്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് കൃത്യമായിട്ടും അതിനെതിരെ അവരോട് വഴക്കുണ്ടാക്കാതെ അതിനെ വാക്കുകൊണ്ട് മാത്രം നിർത്തിയത്. നിങ്ങളെപ്പോലെ ഒരു വാക്ചാതുര്യം ഇല്ലെന്നേ ഉള്ളൂ, ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നതും കപ്പ് കൊണ്ടുപോയതും. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വന്ന സമയത്ത് വഴിതെറ്റി വന്നവനെന്ന് പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തു. ആയിക്കോട്ടെ, വഴിതെറ്റി വന്നവരായിരിക്കാം, അവരെല്ലാം വഴിതെറ്റി വന്നവരായിരിക്കാം. പക്ഷേങ്കിൽ അവർ നിന്ന് അതിനെ അച്ചീവ് ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവരൊരു നല്ലൊരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടാനായിട്ട് പറ്റിയോ? അതാണ്. അല്ലാതെ വെറുപ്പല്ല നേടിപ്പറ്റിയത്, ഒരു ഇഷ്ടം തന്നെ അല്ലയോ? അതിനെ പുള്ളി എന്ത് ചെയ്തു? അതായത് അവർ വന്ന് അത്രമാത്രം പ്രകോപ് ചെയ്തപ്പോഴും അതിനെ ബലത്തോട് അല്ലെ അതിനെ ധൈര്യത്തോട് നേരിട്ടു എന്നുള്ളതാണ്. ഗബ്രിയുടെ ആ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രകോപ് ചെയ്തു പോയി. അത്രയ്ക്ക് ദേഷ്യം വരുന്ന രീതി വന്നപ്പോൾ ചൂലെടുത്തിട്ട് തറയ്ക്കൊരു അടി അടിച്ചേ. ആ അടി ആ ഗബ്രിക്ക് കിട്ടിയിരുന്നെങ്കിലോ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരത്തില്ലേ? അപ്പം അതുപോലെ ചെയ്യത്തില്ലല്ലോ പുള്ളി. അപ്പം ഇതാണെന്ന് പറയരുത്. ഈ പറയുന്ന റോക്കി ഉണ്ടല്ലോ, റോക്കി പറയുന്ന കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുമ്പോൾ അങ്ങ് തള്ളുമ്പോൾ എല്ലാ കാര്യം കൂടെ ഓർക്കണം. ജിൻഡോ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? കണ്ടന്റ് കൊടുക്കാതാണോ ജിൻഡോ അവിടെ? ജിൻഡോയുടെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. അത് പ്രേക്ഷകരായ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് ഇല്ലെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ. റോക്കി അസിയാന്നോ പറയണേ? നിങ്ങൾക്ക് അതിനോട് ഇതില്ല. അവളുണ്ടായിരുന്നു, നിങ്ങൾ അതിജീവിച്ച് ആ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കണമായിരുന്നു. നിങ്ങളോട് കഴിഞ്ഞില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് കുശുമ്പാണെന്നുള്ളതാണ്. നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പോയി കൺഫെഷൻ റൂമിൽ പോയിരുന്നൊരു കരച്ചിൽ കരയുന്നത് കണ്ടല്ലോ, അലറി വീരഞ്ഞ് അങ്ങ് ഭയങ്കര അലറി കൂകി കരയുന്നത് കണ്ടല്ലോ. അപ്പോൾ അതെന്തായിരുന്നു? അപ്പോൾ അത്
എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂ എടുത്ത, അതായത് പിന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇൻ്റർവ്യൂ എടുത്ത ഈ പുള്ളിക്കാരിയും ജിൻഡോയെക്കുറിച്ച് പറയുന്നത് കേട്ടു. 90 ദിവസം വരെ ഒന്നും കൊടുത്തിട്ടില്ല, ആമയെ പോലെ എഴഞ്ഞു പോകുന്നതേ ഉള്ളായിരുന്നു, പുള്ളിക്ക് കപ്പ് നേടാണ്ട് ഒരു അർഹതയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിനാണ് അവിടെ കണ്ടന്റ് കൊടുത്തത്, ജാസ്മിന് കപ്പ് കിട്ടണമെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ അസീർ റോക്കിയും പറയുന്നത്. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത് ഈ ജാസ്മിനാണെന്നുള്ളതാണോ പറയുന്നത്? ജാസ്മിൻ അവിടെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഉറങ്ങുന്നിടം വരെ കണ്ടന്റ് കൊടുപ്പായിരുന്നു അവിടെ. നിങ്ങളിപ്പോൾ ലൈവോ അല്ലെങ്കിൽ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടവരല്ലേ? ഞങ്ങൾ ഈ എപ്പിസോഡും ലൈവും ഒക്കെ കണ്ടവരാ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയണേ. ജാസ്മിൻ പിന്നെ അതുപോലെ തന്നെ ഈ അവതാരക പറയുന്നുണ്ട്, അതുപോലെ ജാസ്മിനെ ഗബ്രി എന്ത് ചെയ്തു? ഒന്ന് കെട്ടിപ്പിടിച്ചതാണോ കുഴപ്പം? ഒന്ന് മുമ്പ് വെച്ചതാണോ കുഴപ്പമെന്നൊക്കെ? ഇതൊന്നും കുഴപ്പമൊന്നുമല്ല. കാണിക്കേണ്ടത് കാണിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിനപ്പുറം കാണിച്ചത് കൊണ്ടാണ് കുഴപ്പമായി മാറിയത്. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ അല്ലേ, അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണം. പിന്നെ ജിൻഡോ അവിടെ എന്ത് കണ്ടന്റാണ് കൊടുത്തത്? സിജോ അവിടെ വിജയിക്കണമായിരുന്നു, അല്ലെങ്കിൽ അർജുൻ ജയിക്കണമായിരുന്നു, അല്ലെ ജാസ്മിൻ ജയിക്കണമായിരുന്നു. ജിൻഡോ എങ്ങനെ എന്ത് അർഹതയുള്ളതൊക്കെ വായിക്കുമെന്ന് പറയുമെന്നല്ലോ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്? നിങ്ങൾ വലിയ ഷോ കണ്ടതാണോ? നിങ്ങൾ എന്ത് കണ്ടതാ? ജിൻഡോ അവിടെ കാണിച്ചത് എന്താ നിങ്ങൾ കണ്ടേ? നിങ്ങളതൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ. അല്ലെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു മീറ്റപ്പ് വിളിച്ചിട്ട് ജനങ്ങൾ, പിള്ളേരുടെ അല്ലെങ്കിൽ ആരാധകരുടെയൊക്കെ ഒരു മീറ്റപ്പ് വിളിച്ചിട്ട് ജിൻഡോയുടെ കാര്യവും ജാസ്മിൻ്റെ കാര്യവും, അല്ലെങ്കിൽ ഇറങ്ങി ഇങ്ങോട്ട് പ്രേക്ഷകരുടെ മുമ്പിലോട്ടൊന്ന് ഇറങ്ങിയിട്ടൊന്ന് തിരക്കിയിട്ട് വന്നിട്ട് ഈ വായി വെച്ചിട്ട് ഇങ്ങോട്ടങ്ങോട്ട് സംസാരിക്കും. അല്ല വായി തോന്നുന്നത് വിളിച്ചങ്ങോട്ട് പറയാതെ. ഓക്കെ, അങ്ങനെ പറയരുത്. നിങ്ങൾ ഷോ കണ്ടിട്ടില്ല, അല്ലെ നിങ്ങൾ ഒരാളെ, ഒരു പർട്ടിക്കുലർ ആളിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ വിജയിക്കാത്തതിൽ, നിങ്ങൾ പർട്ടിക്കുലർ ആറ് വിജയിക്കാത്തതിലുള്ള ഒരു ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കടം കൊണ്ടോ നിങ്ങളിത് പറയുന്നു, അത്രേ ഉള്ളൂ. അത്രയുമേ നമ്മളത് കാണുന്നുള്ളൂ. അല്ലെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവർ രണ്ടുപേരും പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.